നേരിന്നു വേണ്ടി നിതാന്തമൊരാദർശ വേരിന് വെള്ളവും വളവുമായി ഊറിയോ. പറയാം, റിലാക്സ്. ഞാൻ പറയാം, ഇന്ന് സഖാവ് പുഷ്പം മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും പേര് പ്രസംഗിച്ചു, ഒരാൾ പോലും ആ പേര് പരാമർശിച്ചില്ല. ഞാൻ പരാമർശിച്ച് തെറ്റായിപ്പോയോ? അങ്ങനെ മൈക്കെടുത്തോണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഈ തവണ നമ്മളൊക്കെ നിയമസഭാ സമ്മേളനത്തിൽ കേരളം മുഴുവൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ഒരാളുടെ പടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെച്ചാണ് നിങ്ങൾ കണ്ടില്ലേ? എല്ലായിടത്തും കേരളം മുഴുവൻ ആദരാഞ്ജലി അർപ്പിച്ച് ആരാണ്? സഖാവ് പുഷ്പൻ എനിക്കും വലിയ പ്രയാസവും വിഷമവും തോന്നിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറഞ്ഞ് ഒടുവിൽ അദ്ദേഹം മരിച്ച് ഇപ്പോൾ രക്തസാക്ഷിയായി. അവനവന് വേണ്ടിയല്ലാതെ അവരന് ചുടുരക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ ഒരു താരകം രക്തസാക്ഷി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പാട്ട്, ഇത് നമ്മൾ കേട്ടിട്ടുള്ള കവിതയല്ലേ? ആ കവിതയിൽ ഒരു പ്രധാനപ്പെട്ട വരിയുണ്ട്, നേരിന്നു വേണ്ടി നിതാന്തമൊരാദർശ വേരിന് വെള്ളവും വളവുമായി ഊറിയോൻ. ഏതൊരാളും ഒരു മുദ്രാവാക്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പേരിൽ, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ജീവൻ വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആ ഏതെങ്കിലും ഒരു നേരിനും ആദർശത്തിനും വേണ്ടി നിന്നവരാണ് സർ. പുഷ്പനും അങ്ങനെയായിരുന്നു. ഏത് നേരിനും ഏതും ആദർശത്തിനും വേണ്ടിയിട്ടായിരുന്നു സർ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവിടെ കേരളത്തിലെ സ്വയാശ്രയ കോളേജുകൾ തുടങ്ങുന്നതിനെതിരായിട്ട് SFIയും DYFIയും എടുത്ത നിലപാടിന് മുമ്പിൽ നിന്ന് സമരം ചെയ്ത പുഷ്പന്റെ ഓർമ്മയാണ് നിങ്ങൾ പറഞ്ഞത്. സഖാവ് പുഷ്പൻ കൂത്തുപറമ്പ് വെടിവെപ്പിൽ ജീവച്ഛവമായി ദശാബ്ദങ്ങൾ കടന്ന് കഴിഞ്ഞ ദിവസം മരിച്ച് നിങ്ങളെല്ലാവരും ആദരാഞ്ജലി അർപ്പിച്ച ഒടുവിൽ MV രാഘവന്റെ മകൻ നികേഷ് കുമാറും പുഷ്പചക്രം വെച്ച് നിങ്ങൾ പറഞ്ഞയച്ച അതേ പുഷ്പൻ, അതേ രക്തസാക്ഷി. ക്യാൻ യു ഡിനൈ? ഏത് നേരിനും ഏതും ആദർശത്തിനും വേണ്ടി, നേരിനു വേണ്ടി നിതാന്തം ഒരു ആദർശ വേരിനു വേണ്ടി വെള്ളവും വളവുമായി ഊറിയോൻ സഖാവ് പുഷ്പൻ ഏത് നേരിന് വേണ്ടിയായിരുന്നു സർ? ഇവിടെ സ്വയാശ്രയ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ CPMഉം DYFIയും SFIയും നടത്തിയ സമരം, അതിനുവേണ്ടി ജീവൻ കൊടുത്ത 5 പേരുണ്ടായിരുന്നു. ആ സമയത്ത് വെടിവെച്ചത് കേരള സർക്കാർ. ഞാൻ പറയാം, അതല്ല പ്രശ്നം. ഞാൻ പറയാം, allow me to speak. ഞാൻ പറയാം, റിലാക്സ്. ഞാൻ പറയാം, കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, MV രാഘവൻ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുമ്പോൾ, MV രാഘവനെ കൂത്തുപറമ്പിലെ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് DYFIയും SFIയും നടത്തിയ അക്രമ സമരത്തെ നേരിടാൻ പോലീസിന്, അന്ന് UDF ഭരിച്ച പോലീസിന്, ഞാൻ പറയാം, വി ആർ നോട്ട് റണ്ണിങ് അവേ, ജസ്റ്റ് ലിസൺ ടു മീ. UDF ഭരിച്ച പോലീസിന് വെടിവെക്കേണ്ടി വന്നു. 5 പേര് മരിച്ചു, 6ാമത്തെ ആൾ ജീവച്ഛവമായി. പക്ഷെ എന്തിന്റെ പേരിലായിരുന്നു സമരം? ഞാൻ പറഞ്ഞില്ല സർ, ഒരു രക്തസാക്ഷിയെ സംബന്ധിച്ച് എനിക്ക് വായിക്കുമ്പോൾ ഇന്നും വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ എന്റെ ഉള്ളില് വികാരം തുടിക്കുന്ന വരികളാണ്. നേരിനു വേണ്ടി നിതാന്തമൊരാദർശ വേരിന് വെള്ളവും വളവുമായി ഊറിയോൻ. നിങ്ങൾ പറഞ്ഞ നേര്, നിങ്ങൾ പറഞ്ഞ ആദർശം ഇവിടെ സ്വയാശ്രയ കോളേജ് പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളെ നയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഈ പുഷ്പൻ ജീവച്ഛവമായി കട്ടിലിൽ കിടക്കുമ്പോ 5 പേരുടെ ചേതനയറ്റ ജീവൻ അടക്കി രക്തസാക്ഷിത്വം നിങ്ങൾ ഈ കേരളം മുഴുവൻ ആഘോഷിച്ച് അധികാരത്തിൽ വന്ന് ഒരു വർഷം ആ രക്തസാക്ഷിത്വത്തിന് ചൂടാറുന്നതിന് മുമ്പ് സഖാവ് പിണറായി വിജയന്റെ മകൻ സ്വയാശ്രയ കോളേജിലേക്ക് പോയില്ലേ സർ? സഖാവ് പിണറായി വിജയന്റെ മകൾ സ്വയാശ്രയ കോളേജ് പഠിച്ചില്ലേ സർ? ഐ ആം ഓപ്പൺ ഫോർ ഡിബേറ്റ്. ആർക്കും വരാം ഈ കാര്യത്തിൽ. കൂത്തുപറമ്പിൽ നടന്ന സമരം ബില്ലിന്റെ ചർച്ചയില് ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഐ ആസ്ക്ഡ് മുരളി തിരുനെല്ലി ബില്ലിലെ വിട്ട് രാഷ്ട്രീയം പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ? പറഞ്ഞോ? അന്നേരം ചേറിന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറയട്ടെ, ഈ ഇരിക്കുന്നവരെല്ലാവരും ഈ ഇതിന്റെ അകത്തന്ന്
ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇരുന്നവർ, ഡിവൈഎഫ്ഐയുടെ എസ്എഫ്ഐയുടെ ചുമതലക്കാരായിരുന്നവർ ഈ മുമ്പിൽ ഇരിക്കുകയല്ലേ? അവര് പറയട്ടെ, കൂത്തുപറമ്പിലെ സമരം തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അവര് പറയട്ടെ, അത് പറഞ്ഞു കേട്ടാ മതി, കേരളം കേൾക്കണത്. ഞാൻ പറയുന്നത് സർ, ഇന്നും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജില് എസ്എഫ്ഐയും എസ്എഫ്ഐയുടെ പേരിൽ കുട്ടികളെ കൊടിപിടിച്ച് അണിനിരത്തി ഇറക്കുമ്പോ അവരോട് പറയണം, ഇതിനു മുമ്പ് ഇതുപോലെ കൊടിപിടിച്ചിറക്കി സമരം ചെയ്യാൻ പറഞ്ഞയച്ച സഖാവ് പുഷ്പനാണ് മരിച്ചത്. ഞാൻ ഇതിന്റെ സറൗണ്ടിങ്സ് ചുറ്റിത്തിരിഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? വ്യവസായ നയത്തിൽ കാതലായ മാറ്റം വേണം, അതിൽ പ്രത്യയശാസ്ത്ര പിടിവാശി പാടില്ല. അപ്പൊ അങ്ങനെ CPM അല്ലെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷം കാലങ്ങളായി ഇതുപോലുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചു വരുന്ന പിടിവാശി പിന്നീട് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ നയം മാറ്റുമ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ലാതാവും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇവിടെ പറഞ്ഞല്ലോ, ടീച്ചർ പറഞ്ഞു, ഞാൻ നിശ്ചയിച്ചില്ല ടീച്ചറെ, സ്വയാശ്രയ കോളേജ് ഞങ്ങളാണ് തുടങ്ങിയത്, ഞങ്ങളില്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ സ്വയാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യാൻ SFIയും DYFIയും പ്രേരിപ്പിച്ച് 5 രക്തസാക്ഷികളെ, ഷിബുലാലും റോഷനും അടക്കമുള്ള 5 രക്തസാക്ഷികളെയും 6ാമത്തെ പുഷ്പനെയും ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ ഏറ്റവും കുറെ സമയം ഞാൻ ചെയർ കേൾക്കുന്നുണ്ട് പുറത്തുനിന്ന്. പ്ലീസ് ബില്ലിലേക്ക് വരൂ, ബില്ലിലേക്ക് വരൂ. ഇത് സ്ഥിരമായ ഒരു ഫ്ലോറ് ഈ പ്രൊവോക്കേഷന്റെ വേദിയാക്കി മാറ്റിയാണ് നിങ്ങൾ. അതിന്റെ ആവശ്യം എന്താണ്? ഈ ബില്ലിലേക്കൊന്ന് ഡിസ്കസ് ചെയ്യൂ. ഞാൻ പറയട്ടെ, ഈ കൂത്തുപറമ്പൊക്കെ ഡിസ്കസ് ചെയ്താൽ അത് വീണ്ടും കുറെ ഇതിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ബില്ലിലേക്ക് വന്നോ പ്ലീസ്. സർ, എനിക്ക് അങ്ങോട്ടൊരു കാര്യം പറയാനുള്ളത്, ഇത് നിയമസഭയാണ്, നമ്മൾ ഡിബേറ്റ് ചെയ്യുകയാണല്ലോ. നമ്മൾ ആശയങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്, വാക്കുകൾ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? അല്ല, ഇതിപ്പോ ബില്ലാണ് ചർച്ച ചെയ്യുന്നത്. സംസാരിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിച്ചു. ഞാൻ സഖാവ് പുഷ്പനെ കുറിച്ച് എത്ര ആദരവോടുകൂടിയാണ് സാർ സംസാരിച്ചത്, എത്ര ആദരവോടുകൂടി. ഇന്ന് സഖാവ് പുഷ്പം മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും പേര് പ്രസംഗിച്ചു, ഒരാൾ പോലും ആ പേര് പരാമർശിച്ചില്ല. ഞാൻ പരാമർശിച്ച് തെറ്റായിപ്പോയോ? സാക്ഷിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ ഇങ്ങനെ പ്രസംഗിക്കും. ഫോഴ്സ്ഫുള്ളായി മൈക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ മൈക്ക് എടുത്തോണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ്? അല്ല, അങ്ങനെയാണ് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതി പറഞ്ഞു. ചെയർ റിക്വസ്റ്റ് ചെയ്തു. നിങ്ങൾ ബില്ലിലേക്ക് വരൂ പ്ലീസ്. യു കനോട്ട് ആൻസർ. നിങ്ങൾ ബില്ലിലേക്ക് വരൂ പ്ലീസ്. ഇവിടെ 92 കോട്ട് ചെയ്തുകൊണ്ട് പാർലമെന്ററി മിനിസ്റ്റർ പറഞ്ഞു പ്ലീസ്. ഇത് ഫെയർ ആണോ എന്ന് ചെയർ ആലോചിക്കണം. ഇത് ഫെയർ അല്ല. നിങ്ങൾ സംസാരിക്കുന്ന രീതി ഫെയർ അല്ല, അത്രേ പറയുന്നുള്ളൂ. കാരണം ഫെയർ അല്ല. ഇവരൊക്കെ ബില്ല് വിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആരും പുസ്തകം എടുത്തില്ല. മറുഭാഗം സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടും, പറഞ്ഞല്ലോ. ആരും പുസ്തകം എടുത്ത് ഭരണപക്ഷം സംസാരിക്കുമ്പോൾ ഇടപെടും, ഒരു സംശയം വേണ്ട. ഈ ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഇരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അവർക്ക് കൗണ്ടർ ചെയ്യാലോ. ഞാൻ ഒറ്റ കാര്യം സാർ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാർ, ഞാൻ ആ ഭാഗം വിട്ടോളാം. അതായത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഈ 6 പേരെ രക്തസാക്ഷികളായതിനു ശേഷം ഇവിടുത്തെ പ്രധാനപ്പെട്ട നിങ്ങളുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ മക്കള് സ്വയാശ്രയ കോളേജ് പഠിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ സ്വയാശ്രയ സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് അന്ന് ഡിവൈഎഫ്ഐയുടെ SFIയുടെ ചുമതല വഹിക്കുന്ന വ്യക്തി കയറിയിരിക്കുകയാണ് പരിയാരത്ത്. കാലങ്ങൾക്ക് ശേഷം ഞാൻ അവസാനിപ്പിക്കാൻ കേൾക്കുന്നില്ല. പരസ്പരം വാഗ്വാദമില്ല, ചർച്ചയല്ല. ഞാൻ ചെയർ പറഞ്ഞതിന് റെസ്പെക്ട് ചെയ്ത് അവസാനിപ്പിക്കണം. പക്ഷേ എന്റെ ഏക റിക്വസ്റ്റ്, നിങ്ങള് പരിയാരം സ്വാശ്രയ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരിയാരം സ്വാശ്രയ കോളേജാണ് ഇപ്പോഴും എന്നാണ് പറഞ്ഞത്. അത് സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ തലത്തിലേക്ക് പോയിട്ടുണ്ട്. രേഖയിൽ ശ്രദ്ധിക്കണം. അല്ല, അദ്ദേഹത്തിന്റെ പോയിന്റിന് ആൻസർ ചെയ്യണം. ഞാൻ പറഞ്ഞത് പരിയാരം സ്വയാശ്രയ കോളേജിന്റെ സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ CPMന്റെ പ്രധാനപ്പെട്ട നേതാവ് അതിന്റെ ചെയർമാൻ പദവി അലങ്കരിച്ചില്ലേ? ഇല്ലേ? അത് നിങ്ങൾക്കൊന്നല്ലെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം. ഞാൻ അദ്ദേഹത്തിന്റെ പോയിന്റിന് ആൻസർ ചെയ്യാവുന്ന പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കണം സാർ. ഞാൻ പറയുന്നത് എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ. അതായത് നമ്മൾ ആരെയും തെറ്റും തെറിയൊന്നും പറഞ്ഞില്ലല്ലോ, മോശമായിട്ട് പറഞ്ഞില്ലല്ലോ. ആരെയും എന്തിനാണ് പേഴ്സണലി ഇത് ചെയ്യുമെന്ന് പറയുന്നത്? വെറുതെ കള്ളം പറഞ്ഞതല്ലേ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഞാൻ ഒരാളെ എന്റെ പ്രസംഗം മുഴുവൻ പരിശോധിച്ചോ? നിങ്ങൾക്ക് ആശയം കൊണ്ട് മറുപടി പറയണം. പക്ഷെ ഇതൊക്കെ ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ് സാർ. അടുത്ത തലമുറയെങ്കിലും വഴിതെറ്റി പോരുന്നുള്ളതുകൊണ്ട് അത് പറയണേ. പക്ഷേ ഫ്ലോറിനകത്ത് പ്രസംഗിക്കുമ്പോൾ കമന്റ്സിന് റിപ്ലൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങക്ക് ഫ്ലോ കിട്ടില്ല, പ്രസംഗം പോകും. അതുകൊണ്ട് അങ്ങനെ നേരെ ഇങ്ങോട്ട് അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു കമന്റ് പറഞ്ഞേ. ആ ഫ്ലോ പോകാൻ വേണ്ടിയില്ല കമന്റ് പറഞ്ഞേ. അതെ, അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് സാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ SFI ഒക്കെ എടുത്തിട്ടുള്ള നയ സമീപനം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള എന്തുമാത്രമാണ് എന്ന് മനസ്സിലാക്കി ഇനി വ്യവസായ നയമൊക്കെ രൂപീകരിക്കുമ്പോൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി ഒരു എക്കണോമിക് ഗ്രോത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഗുണം കിട്ടുന്ന രീതിയിലുള്ള പ്രത്യയശാസ്ത്ര പിടിവാശികൾ ഉപേക്ഷിച്ച് നിങ്ങൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ നന്നാവും. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എപ്പോൾ പ്രസംഗിച്ചാലും ചെയർ ഞാൻ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറഞ്ഞ് എന്നെ മൈക്ക് എടുക്കുന്ന, പക്ഷേ ഇവിടെ ആര് പ്രസംഗിച്ചാലും ചെയർ ചെയ്യാറില്ല. അത് എന്നോട് മാത്രമായി ചെയ്യുന്നത് ഫെയർ ആണോ എന്ന് ചെയർ തന്നെ സ്വയം വിലയിരുത്തിയാൽ മതി. ഞാൻ ഈ ഭേദഗതി ആലോചിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.